हरि ओं। श्लोकम् 5 विस्फुटावयवभेदसुन्दरं त्वद्वपुःसुचिरशीलनावशाद् आश्रमं मनसि चिन्तयामहे ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. പിരിച്ചു നോക്കാം. വിസ്ഫുട അവയവ ഭേദസുന്ദരം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത് വപുഃ സുചിര ശീലനാവശാത്. ത്വദ്വപുഃസുചിരശീലനാവശാത്. ത്വദ്വപുഃ അതാണ് ത്വദ്വപു. ത്വത് വപുഃ ത്വദ്വപുഃസുചിരശീലനാവശാത്. അശ്രമം മനസ്സി ചിന്തയാമഹേ ധ്യാനയോഗനിരതാഃ ത്വത് ആശ്രയാഃ. ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. നിരതാഃ ത്വത് ആശ്രയാഃ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃസുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. ത്വദാശ്രയാഃ വയം, അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ. ത്വത് ആശ്രയാഃ, അവിടുത്തെ ശരണം പ്രാപിച്ച. വയം, അടിയങ്ങൾ. ധ്യാനയോഗനിരതാഃ, ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട്. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃ, വിസ്ഫുടാവയവഭേദസുന്ദരം, അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ അവിടുത്തെ രൂപം എന്നുവെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം. സുചിരശീലനാവശാത്, ആശ്രമം മനസ്സി ചിന്തയാമഹേ. സുചിരശീലനാവശാത്, സുദീർഘമായ ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ. അശ്രമം മനസ്സി ചിന്തയാമഹേ, ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം. ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പം എപ്പോഴും ആ അഭ്യസിച്ച് ആ മനസ്സിൽ ക്ലേശം കൂടാതെ തന്നെ ഭാവന ചെയ്തു കൊള്ളാം. പറയുന്നത് ഭഗവാനെ മാത്രം ഏക ആശ്രയമായി കരുതുന്ന എനിക്ക് എന്നുവെച്ചാൽ ഭട്ടതിരിപ്പാടിന് കുറേ കാലത്തെ ധ്യാനയോഗത്താൽ ഭഗവാന്റെ അത്യന്ത സുന്ദരവും വ്യക്തവുമായിരിക്കുന്ന അംഗപ്രത്യംഗ ഭംഗി നിറഞ്ഞ ആ ദിവ്യ വിഗ്രഹം നിഷ്പ്രയാസം മനസ്സിൽ സങ്കല്പിക്കുവാനായിട്ട് കഴിയുമാറാകും എന്നാണ് പറയുന്നത്.